ഹലോ ഐസിയ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ദുബായിൽ ചൂടൊക്കെ തുടങ്ങി, നല്ല ചൂടാണ്. നാട്ടിൽ പക്ഷെ മഴ തുടങ്ങി. എന്നിരുന്നാലും ഈ ഒരു റെസിപ്പി ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി കുടിക്കാൻ കേട്ടോ. അതെ, ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഫേമസ് ആയ ബബിൾ ടീ അഥവാ ബോബ ടീയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ബോബ ടീയിൽ മാത്രമല്ല തയ്യാറാക്കുന്നത്, നമുക്ക് പല ഡ്രിങ്ക് അതിൽ തയ്യാറാക്കാം കേട്ടോ. ഇവിടെ ഞാനിന്ന് 3 വെറൈറ്റി ബോബ അഥവാ ബബിൾ ടീ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാമേ. ഒന്ന് നമ്മുടെ നോർമൽ ക്ലാസിക് ബോബ ടീ, മിൽക്ക് ടീ, പിന്നെ സ്ട്രോബെറി ബോബ, പിന്നെ മാംഗോ ബോബ. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഈ അടിപൊളി ബബിൾ ടീ അഥവാ ബോബ ടീ അഥവാ ബോബ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിക്കാണാം. ആദ്യം നമ്മൾ മിൽക്ക് ബോബ ടീക്കുള്ള ബോബ തയ്യാറാക്കാമേ. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ പൊടി എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 കപ്പ് കോൺഫ്ലോർ, നമ്മളിവിടെ ടാപ്പിയോക്ക ഫ്ലോർ അല്ല യൂസ് ചെയ്യുന്നത്, കോൺഫ്ലോർ ആണ്. അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇത് അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ഇത് മെല്ലെ തുടരെ ഇളക്കണം. ഇളക്കുന്ന വിടരുത്, ഇളക്കിക്കൊണ്ടിരിക്കുക. വേഗം കട്ടിയാവും കേട്ടോ. അപ്പം ഇത് നന്നായി ഇളക്കിയെടുത്ത ശേഷം ഈ ഒരു പരുവാകുമ്പം നമുക്കിത് ഒരു ബോർഡിലേക്ക് എടുക്കാം. ആ നേരിയ ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് പരത്തി ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് നീളനെ കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങനെ തന്നെ നേരിട്ടെടുത്ത് ബോളാക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്താൽ എളുപ്പമായിരിക്കും, അതിനാണ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നേരിയ ചൂടുള്ളപ്പോൾ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കത്തിയെടുത്ത് നേരെ സ്ട്രിപ്സായിട്ട് മെലിഞ്ഞ സ്ട്രിപ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയ പീസുകൾ ബോളാക്കിയെടുക്കാം. അതാ ഞാൻ കാണിക്കുന്നത് കണ്ടോ, ഇതുപോലെ കത്തി കൊണ്ട് സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് അടച്ച് വെക്കണം, അല്ലെങ്കിൽ വേഗം ഡ്രൈ ആയിപ്പോവും. ഇതുപോലെ ഒരു ക്ലിങ് റാപ്പ് ഇട്ടോ ഒരു തുണിയിട്ടോ അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് കോൺഫ്ലവർ ഒരു ട്രെയിലെടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഒരു സ്വല്പം എടുത്ത് ഇങ്ങനെ കുഞ്ഞു ഏകദേശം ഒരേ വലുപ്പത്തിൽ ബോളുകളാക്കിയിട്ട് നമുക്ക് ഈ ട്രെയിലേക്ക് വെക്കാം. കണ്ടോ, ഇതുപോലെ ബോളാക്കുക. അപ്പോൾ ഇതിന് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയേ, അവരോട് എന്നെ ഈ ബോള് റെഡിയാക്കാൻ സഹായിച്ചേ. അപ്പം എളുപ്പം പണി കഴിഞ്ഞു. ഇതുപോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം, നമുക്ക് വേഗം തീർക്കാം. എൻ്റെ കുഞ്ഞുവാവയും കൂടെ ഇത് ബോള് ഉണ്ടാക്കി കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാവുകൊണ്ട് ഫുൾ ഇതുപോലെ ഞാൻ ബോളുണ്ടാക്കി. ഇനി ഈ എക്സ്ട്രാ മാവ് നമുക്ക് കളയാൻ ജസ്റ്റ് ഒന്ന് അരിപ്പയിലിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഈ എക്സ്ട്രാ മാവൊക്കെ പോവും. എന്നിട്ട് നമുക്ക് ഈ പേൾസ് എടുത്ത് ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇത് സ്റ്റീം ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചായ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടെമൂന്ന് മേടിച്ച ടീ ഇൻഫ്യൂസർ ഗ്ലാസ് പോട്ടാണ്. ചായ തയ്യാറാക്കി നമുക്ക് തണുക്കാൻ വെക്കാം. അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ബോബ പേൾസ് സ്റ്റീമായി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നേരെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ ബ്രൗൺ ഷുഗർ എടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു സ്വല്പം കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പം ഇതിലേക്ക് നമ്മുടെ ഓൾറെഡി നമ്മൾ സ്റ്റീം ചെയ്ത് ഐസ് ക്യൂബ് ഇട്ട ബോബ പേൾസ് മാറ്റിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിക്കാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നമ്മൾ തിക്കായി കണ്ടോ, ഇങ്ങനെ തിക്കാവുമ്പോൾ നമുക്ക് മതിയാക്കാം. നമ്മുടെ ബോബ പേൾസ് ഇവിടെ റെഡി ആയി കേട്ടോ. മിൽക്ക് ബോബ ടീക്കുള്ള ബോബ പേൾസ്. ഇപ്പം നമ്മുടെ ചായയും നല്ല തണുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കപ്പോ ഒരു ഗ്ലാസ് ജാറോ എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ബോബ പേൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ഫുഡ് കളർ ചേർത്താൽ മതി. ഞാൻ പക്ഷെ അത് പ്രിഫർ ചെയ്യുന്നില്ല, ഫുഡ് കളർ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തണുത്ത ചായ, പാൽ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിക് മിൽക്ക് ബോബ ടീ. ഞാൻ പിന്നെ ഇച്ചിരിയും കൂടെ ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിൻ്റെ മേളിൽ സ്വല്പം വിപ്ഡ് ക്രീം ചേർത്തു. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ബോബ പേൾസ് ഇട്ട് കൊടുത്തു. അപ്പം അത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു സ്ട്രോ വെച്ചിട്ട് ഇത് കുടിച്ചിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാം. ശരിക്കും കടയിൽ അവർ കുറച്ചുകൂടെ വലിയ വാളുള്ള സ്ട്രോ തരും, അതിലൂടെ ബോബ വരാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ബോബ വരാൻ വരും എങ്കിലും നമുക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മിൽക്ക് ബോബ ടീ റെഡിയായി. ഇനി സ്ട്രോബെറി ബോബ. അതിന് നമ്മൾ ഒരു 1/4 കപ്പ് സ്ട്രോബെറി സ്വല്പം പഞ്ചസാര ഇട്ട് ചേർത്ത് അരച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് കുക്കായി വരുമ്പം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത് വേഗം തിക്കാവും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കുക്ക് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് കമ്പൈൻ ആവുമ്പം സ്വിച്ച് ഓഫ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. എന്നിട്ടിത് ചൂടോടെ തന്നെ ഇതൊന്ന് കുഴയ്ക്കുക. ഇപ്പം നമ്മൾ സ്ട്രോബെറി ബോബയ്ക്കുള്ളതാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല ചൂടോടെ കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ബോബ ബോൾസ് നമ്മൾ തയ്യാറാക്കാം. ബോബ പേൾ നമുക്ക് തയ്യാറാക്കാം. കണ്ടോ, ഇപ്പോൾ ടാപ്പിയോക്ക ഫ്ലോർ തന്നെ വേണം എന്നില്ല. അപ്പം എല്ലാവർക്കും ടാപ്പിയോക്ക ഫ്ലോർ മേടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കോൺ സ്റ്റാർച്ച് കൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ബോബ റെഡിയായി. ഇനി നമുക്ക് മാംഗോ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മാംഗോ ഇച്ചിരി പഞ്ചസാര ഇട്ട് നന്നായി അടിച്ചെടുത്ത് ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് ഇത് നല്ല കുക്കായി വരുമ്പം നേരത്തെ സ്ട്രോബെറിക്ക് ചെയ്ത പോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അഥവാ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേഗം തിക്കാവും. അപ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിത് കുഴച്ച് ഡോ ആക്കി എടുക്കാം. കണ്ടോ, ഇനി നമ്മൾ സ്ട്രോബെറിക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ചെറിയ കുഞ്ഞു ഉരുളകളെടുത്ത് ഇങ്ങനെ റൗണ്ടാക്കി വെക്കുക. അങ്ങനെ നമ്മുടെ മാംഗോ ബോബ പേൾസ് ഇവിടെ റെഡിയായി. കണ്ടോ, ഇത് റെഡിയായി. ഇപ്പം നമുക്കിനി ഈ സ്ട്രോബെറി മാംഗോ ഞാൻ ഒരുമിച്ചാണ് തയ്യാറാക്കി. അപ്പോൾ ഇത് ഞാൻ സ്റ്റീം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബോബ ചെയ്ത പോലെ സ്റ്റീം ചെയ്തെടുക്കുക. ഇതിനൊരു ഡിഫറൻസ്, നമ്മൾ മിൽക്ക് ബോബയ്ക്ക് ചെയ്ത പോലെ ഇനി എക്സ്ട്രാ വേറെ ബ്രൗൺ ഷുഗറിലൊന്നിനി കുക്ക് ചെയ്യേണ്ട, നേരിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, 2 ജാർ എടുക്കുക. ഒന്നിൽ സ്ട്രോബെറി, ഒന്നിൽ മാംഗോ ബോബ പേൾസ് ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഒന്നിൽ ഞാൻ മാംഗോയുടെ പ്യൂരി നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച് ചേർക്കുക, ഒന്നിൽ ഞാൻ സ്ട്രോബെറിയുടെ ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാംഗോ മിൽക്കും സ്ട്രോബെറി മിൽക്കും തയ്യാറാക്കി ചേർക്കാം. ഞാനിവിടെ കുറച്ച് വിപ്ഡ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഇതുപോലെ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മാംഗോ സ്ട്രോബെറി ബോബ മിൽക്ക് ബോബ റെഡി. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സ്റ്റേ സേഫ്.